2018 മാർച്ച് മാസം 14-ാം തീയതി ലിഗാസ് ക്രൊമൈൻ എന്ന ഒരു ലാത്വിയൻ വനിത കോവളത്തെ ഒരു ആയുർവേദ റിസോർട്ടിൽ നിന്ന് കാണാതാവുന്നു. 40 ദിവസങ്ങൾക്ക് ശേഷം അവരുടെ അഴുകിയ മൃതദേഹം തിരുവല്ലത്തുള്ള ഒരു കണ്ടൽക്കാട്ടിൽ നിന്നും കണ്ടെടുക്കപ്പെടുന്നു. അവരുടെ മരണം ഒരു കൊലപാതകമായിരുന്നു എന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടു. ആ മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തുന്നതിലേക്ക് നിർണായകമായ തെളിവ് നൽകിയത് ബൊട്ടാണിക്കൽ എവിഡൻസസ് ആണ്. എങ്ങനെയാണ് ലിഗാസ് ക്രൊമൈന്റെ മരണം മർഡർ ആണ് എന്ന് സ്ഥിരീകരിച്ചത് എന്നതിൻ്റെ കഥ നമ്മൾക്ക് ഈ ക്ലാസ്സിൽ കാണാം. കൂടാതെ ബൊട്ടാണിക്കൽ എവിഡൻസസ് ഇൻ ഫോറൻസിക് സയൻസിൻ്റെ പ്രാധാന്യം, ആ കോഴ്സ് പഠിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ എങ്ങനെയാണ് ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷനിൽ ബൊട്ടാണിക്കൽ എവിഡൻസസ് ഹെൽപ്പ് ചെയ്യുന്നത്, എവിഡൻസസിനെ എങ്ങനെ കളക്ട് ചെയ്യാം, ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. സോ എല്ലാവർക്കും പെറ്റൽസ് ഓഫ് ലൈഫിലേക്ക് വീണ്ടും സ്വാഗതം. ഫോറൻസിക് ബോട്ടണിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ലോക്കാർട്ട് എക്സ്ചേഞ്ച് പ്രിൻസിപ്പിൾ ആണ്. എന്ന് വെച്ചാൽ എനി കോണ്ടാക്ട് ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ് വിൽ റിസൾട്ട് ഇൻ ദി എക്സ്ചേഞ്ച് ഓഫ് മാറ്റർ ബിറ്റ്വീൻ ദം. ദിസ് പ്രിൻസിപ്പിൾ ക്യാൻ ബി യൂസ്ഡ് ടു പ്രൂവ് ദ ലിങ്ക് ബിറ്റ്വീൻ ദ ക്രൈം സീൻ ആൻഡ് ദ ക്രിമിനൽ. These matters or these objects can be called as crime scene creatures. Every particle tells a story in a crime scene. So, എന്താണ് ബോട്ടണിയുടെ പ്രാധാന്യം ഫോറൻസിക് സയൻസിൽ, ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിൽ, ലീഗൽ കേസസിൽ എന്താണ് ബൊട്ടാണിക്കൽ എവിഡൻസസിന്റെ പ്രാധാന്യം എന്ന് നമുക്ക് പരിശോധിക്കാം. ഫോറൻസിക് ബോട്ടണി is a branch of botany which deals with the botanical evidences which helps in the investigation of different criminal as well as legal procedures. ക്രിമിനൽ ലീഗൽ പ്രൊസീജിയേഴ്സിൽ നമ്മളെ സഹായിക്കുന്ന സസ്യശാസ്ത്രപരമായ ചില എവിഡൻസസിനാണ് നമ്മൾ ബൊട്ടാണിക്കൽ എവിഡൻസസ് ഇൻ ഫോറൻസിക് സയൻസ് എന്ന് പറയുന്നത്. ലോകത്ത് ഇന്ന് വളരെ കുറച്ച് ഫോറൻസിക് ബൊട്ടാണിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ നല്ലൊരു എക്സ്പേർട്ട് ഫോറൻസിക് ബൊട്ടാണിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ ലോകമെമ്പാടും ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. ഫോറൻസിക് ബോട്ടണിയെ നമുക്ക് 7 ബ്രാഞ്ചുകളായിട്ട് തരംതിരിക്കാം. ഫോറൻസിക് പ്ലാന്റ് മോർഫോളജി, ഫോറൻസിക് പ്ലാന്റ് അനാട്ടമി, ഫോറൻസിക് പാലിനോളജി, ഫോറൻസിക് ഡെൻഡ്രോക്രോണോളജി, ഫോറൻസിക് ലിംനോളജി, ഫോറൻസിക് പ്ലാന്റ് സിസ്റ്റമാറ്റിക്സ് ആൻഡ് ഫോറൻസിക് ഇക്കോളജി. ലിഗയുടെ മർഡർ സ്റ്റോറി പറയുന്നതിന് മുൻപായിട്ട് 1932 ന്യൂജേഴ്സിയിൽ നടന്ന ഒരു കൊലപാതകത്തിന്റെ കഥയാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറയുന്നത്. ചാൾസ് ലിഡൻബർഗ് എന്നു പേരുള്ള 20 മാസം പ്രായമുള്ള ഒരു ആൺകുട്ടിയെ അതിൻ്റെ വീട്ടിൽ നിന്നും മാർച്ച് 1-ാം തീയതി 1932 കാണാതാവുന്നു. അതിൻ്റെ അച്ഛൻ അമേരിക്കയിലെ പ്രശസ്തനായ വൈമാനികനായ ലിഡൻബർഗ് ആയിരുന്നു. മോചനദ്രവ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ കുട്ടിയുടെ ശവശരീരം ഒരു പൈൻ ഫോറസ്റ്റിൽ കണ്ടെത്തുകയാണ് ചില ട്രക്ക് ഡ്രൈവർമാർ. മരണകാരണം തലക്കേറ്റ അടിയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മനസ്സിലായി. എങ്ങനെയാണ് ഈ കുട്ടി ഈ മരണത്തിന് വിധേയനായത്, ആരാണ് തട്ടിക്കൊണ്ടുപോയത് എന്നതിനെ പറ്റിയിട്ടൊന്നും യാതൊരു അറിവും FBI-ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പലരെയും സംശയിച്ചു, വീട്ടിലെ വേലക്കാരിയെ സംശയിച്ചു. അങ്ങനെ അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്തു. വേലക്കാരി പിന്നീട് സയനൈഡ് കഴിച്ച് സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ അവർക്കൊന്നും ഇതിൽ യാതൊരു പങ്കുമില്ലായിരുന്നു. കുറേ നാളിങ്ങനെ അന്വേഷണം നീണ്ടുപോയി. അവസാനം ഈ കുട്ടിയുടെ വീട്ടിൽ നിന്നും ഒരു തടി ഗോവേണി കണ്ടെടുക്കുകയുണ്ടായി. മോചനദ്രവ്യം ആവശ്യപ്പെട്ടുകൊണ്ട് തട്ടിക്കൊണ്ടുപോയ ആളുകൾ ചില കുറിപ്പുകൾ എഴുതി വെക്കുകയും അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ അയച്ച ആ കുറിപ്പിൽ നിന്നും യാദൃശ്ചികവശാൽ ഒരു വ്യക്തി അതിൽ ഒരു നമ്പർ നോട്ട് ചെയ്യപ്പെടുകയാണ് അതിൻ്റെ മാർജിനിൽ. ആ നമ്പർ വെച്ചിട്ട് അന്വേഷിച്ചപ്പോഴത്തേക്ക് അതൊരു വണ്ടിയുടെ നമ്പറായിരുന്നു. ആ വണ്ടി നമ്പർ ബ്രൂണോ റിച്ചാർഡ് ഹാപ്മാൻ എന്ന് പറയുന്ന ഒരു ജർമ്മൻ ഒറിജിനുള്ള ഒരു വ്യക്തിയുടെ ആയിരുന്നു. അങ്ങനെ ഒരു വ്യക്തി ഈ ക്രൈം സീനിലേ ഇല്ലായിരുന്നു. അങ്ങനെ ആ വ്യക്തിയെ ട്രേസ് ചെയ്തപ്പോഴത്തേക്കും കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ ട്രേസ് ചെയ്തപ്പോൾ പെട്ടെന്ന് ഹാപ്മാന് മനസ്സിലായി അദ്ദേഹം നിരീക്ഷണത്തിലാണെന്ന്. അങ്ങനെ പെട്ടെന്ന് അദ്ദേഹം ഒളിയിൽ പോവുകയൊക്കെ ചെയ്തു. എന്തായാലും ഹാപ്മാനെ അറസ്റ്റ് ചെയ്തു. യാതൊരു കാരണവശാലും ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തില്ല. അങ്ങനെ കുറേ അന്വേഷിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴും ഒരു തുമ്പും കിട്ടുന്നില്ല. അങ്ങനെയാണ് ഹാപ്മാന്റെ വീട്ടിലെ പരിശോധന നടത്തുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും ചില തടിയുടെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ കിട്ടി. ഈ പലകയുടെ കഷ്ണങ്ങളാണ് അവിടെ നിർണായകമായ ഒരു ബൊട്ടാണിക്കൽ എവിഡൻസ് ആയിട്ട് മാറിയത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. അതിനു മുൻപായിട്ട് അവർ ആ സാഹചര്യ തെളിവുകളൊക്കെ വീട്ടിലൊക്കെ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ടോയ്ലറ്റിലെ ഭിത്തിയിൽ ലിഡൻബർഗിന്റെ കോൺടാക്ട് നമ്പറും അഡ്രസ്സും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ അദ്ദേഹത്തിന്റെ ഡയറിയിൽ ഈ തടി ഗോവേണി ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടുള്ള പിക്ചറൊക്കെ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു.
ഇങ്ങനെയുള്ള തെളിവുകളൊക്കെ ഇതിന് സപ്പോർട്ടിംഗ് ആയിട്ട് മാറി. അങ്ങനെ ഹോഫ്മാനെ ക്വസ്റ്റ്യൻ ചെയ്തു. തടി കഷ്ണങ്ങളെടുത്ത് അത് സെക്ഷൻ എടുത്ത് മൈക്രോസ്കോപ്പിൽ പരിശോധിച്ചു. അതോടൊപ്പം തന്നെ പിന്നെ ക്രൈം സീനിൽ നിന്ന് കിട്ടിയ ഗോവേണി തടിയും പരിശോധനയ്ക്ക് വിധേയമാക്കി. അങ്ങനെ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ 2 തടിയും സെയിം മരത്തിൻ്റെയാണ്, സെയിം പ്ലേസിൽ നിന്നും ഉപയോഗിച്ചിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കി. അതാണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു എവിഡൻസ് ആയിട്ട് ഹോഫ്മാനെ കുരുക്കിയത്. മറ്റ് എവിഡൻസുകളൊക്കെ ലിങ്ക് ചെയ്യാൻ പറ്റാതെ വരുന്ന സാഹചര്യത്തിൽ ഒരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട് മാറുന്നത് പലപ്പോഴും ഇത്തരം ബൊട്ടാണിക്കൽ എവിഡൻസസ് ആണ്. കാരണം പ്ലാന്റ്സ് നമ്മുടെ ചുറ്റുപാടും ധാരാളമായിട്ടുണ്ട്. നമുക്ക് ഒരു കാരണവശാലും പ്ലാന്റ്സിനെ അവോയ്ഡ് ചെയ്ത് ജീവിക്കാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെയാണ് ആ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായത്. ഹോഫ്മാനെ കുറ്റക്കാരനായിട്ട് വിധിക്കുകയും അവസാനം വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയും ചെയ്തത്. വീണ്ടും നമ്മൾ ഫോറൻസിക് ബോട്ടണിയിലോട്ട് വരാം. ഫോറൻസിക് പ്ലാന്റ് മോർഫോളജിയിൽ പ്രധാനമായിട്ടും ഒരു പ്ലാന്റ് ഏതൊക്കെ ലൊക്കാലിറ്റിയിലാണ് കാണുന്നത്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ലീഫിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിന്റെ ഹൈറ്റ് എത്രയാണ്, ഷബ്ബിയാണോ, ഹെർബ്സ് ആണോ, ട്രീസ് ആണോ, ഇത്തരം ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. അതിന്റെ ഫ്ലവറിങ് സീസണ്, ഇത്തരം കാര്യങ്ങളെല്ലാം അത് ഓരോ പ്ലാന്റിനും അത്തരം ഫീച്ചേഴ്സ് യുണീക്ക് ആയിരിക്കും. ഓരോ ഏരിയയിൽ നിൽക്കുന്ന പ്ലാന്റിനും അത്തരം ഫീച്ചേഴ്സ് യുണീക്ക് ആയിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് പല ക്രൈം സീനിലും പല ഇൻവെസ്റ്റിഗേഷനിലും അലിബി ലിങ്ക് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. രണ്ടാമത്തെയാണ് ഫോറൻസിക് പ്ലാന്റ് അനാറ്റമി. അതാണിപ്പോൾ നമ്മൾ പറഞ്ഞത്. അതായത് മരത്തിൻ്റെ അനാറ്റമി പരിശോധിച്ച് കഴിഞ്ഞാൽ അത് ഏത് തരത്തിലുള്ള മരമാണ്, അതിൻ്റെ സെക്ഷൻ എടുത്തിട്ട് അത് പോറസ് ആയിട്ടുള്ളതാണോ, പോർസ് കൂടുതലുള്ളതാണോ, റിംഗ് പോറസ് വുഡാണോ, ഡിഫ്യൂസ് പോറസ് വുഡാണോ, അതേപോലെ അതൊരു കോണിഫറസ് ആയിട്ടുള്ള പ്ലാന്റ് ആണോ, ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള അനാറ്റമിക്കൽ ഫീച്ചേഴ്സ് നമുക്ക് ഒരു അനാറ്റമി പരിശോധിക്കുന്ന വഴി, പ്ലാന്റിന്റെ അനാറ്റമി പരിശോധിക്കുന്ന വഴി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം ഫീച്ചേഴ്സ് ഉള്ള പ്ലാന്റ്സ് ഏതൊക്കെ ലൊക്കാലിറ്റിയിലാണ് ഉള്ളത് എന്ന കാര്യവും നമുക്ക് വ്യക്തമായിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പം ഒരു ക്രൈം സീനിൽ നിന്ന് ആ പ്രദേശത്തൊന്നും ഇല്ലാത്തൊരു പ്ലാന്റ് ലഭിക്കുകയാണ്, ഒരു പ്ലാന്റിന്റെ തടി പീസ് ലഭിക്കുകയാണെങ്കിൽ അത് എങ്ങനെ അവിടെ എത്തി എന്നുള്ള അന്വേഷണത്തിൽ കൂടെ നമുക്ക് നമ്മുടെ ക്രൈം സീനിനെ ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ഓഫ് ഫോറൻസിക് ബോട്ടണിയാണ് ഫോറൻസിക് പാലിനോളജി എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റുപാടും ധാരാളം പോളൻ ഗ്രെയിൻസ് എപ്പോഴും ഉണ്ട്. അത് ചിലപ്പോൾ ചില സീസണിൽ ചില പ്രത്യേക പോളൻ ഗ്രെയിൻസ്, അതേപോലെ പിന്നെ ഈ ഫ്ലവറിങ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഫേൺസ് ഒക്കെയാണ് അതിൻ്റെ സ്പോറുകൾ, അതേപോലെ തന്നെ സീഡുകൾ, പല ചെടികളിലെ സീഡുകൾ ഒക്കെ നമ്മുടെ ചുറ്റിനും എപ്പോഴും ഉണ്ട്. ഈ പോളൻ ഗ്രെയിനും സ്പോറും ഒന്നും നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്നതല്ല, മൈക്രോസ്കോപ്പിക്കാണ്. അപ്പോൾ നമ്മുടെ ചുറ്റുപാട് അത് എപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മൾ എവിടെ പോയാലും നമ്മുടെ ശരീരഭാഗങ്ങളിൽ, വസ്ത്രങ്ങളിലൊക്കെ ഈ പോളൻ ഗ്രെയിൻ, അതേപോലെ വെഹിക്കിൾസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വാഹനത്തിലൊക്കെ പോളൻ ഗ്രെയിൻസ് പറ്റി ഇരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ അത് ഒരു ഫോറൻസിക് ഇൻവെസ്റ്റിഗേറ്റർക്ക് അത് കളക്ട് ചെയ്യാനും അത് കണ്ടുപിടിക്കാനായിട്ടും സാധിക്കും. നമ്മൾ കാണുന്ന ആ ലൊക്കേഷനിൽ തന്നെയാണോ ആ ക്രൈം നടന്നത്, അതോ മറ്റൊരു ലൊക്കേഷനിൽ ക്രൈം ചെയ്തിട്ട് ബോഡി ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇട്ടതാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ പോളൻ ഇൻവെസ്റ്റിഗേഷനിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഓരോ പോളനും വ്യത്യസ്തമാണ്. അതിൻ്റെ പോളൻ എക്സൈൻ പാറ്റേൺ, സ്ട്രക്ചർ എല്ലാം വ്യത്യസ്തമാണ് ഓരോ ചെടികളുടെയും. അതേപോലെ ഇപ്പോൾ ഈ ബോഡി കിടന്ന സ്ഥലത്ത് ഉള്ള ഒരു മരത്തിൻ്റെ പോളൻ ഗ്രെയിൻ ആയിരിക്കത്തില്ല ചിലപ്പോൾ ഒരുപക്ഷെ ബോഡിയിൽ നിന്ന് കിട്ടുന്നത്. വേറെ ഏതെങ്കിലും ദൂരെയുള്ള സ്ഥലത്ത് ഉള്ള ഒരു വെജിറ്റേഷനിലുള്ള പോളൻ ഗ്രെയിൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെ ഈ ബോഡിയിൽ ഈ പോളൻ ഗ്രെയിൻ വന്നു, അപ്പോൾ ഇത് ഇവിടെ കൊണ്ടുവന്നിട്ടതാണെന്നുള്ള രീതിയിലേക്ക് ആ അന്വേഷണത്തെ കൊണ്ടുപോകാനായിട്ട് പോളൻ ഗ്രെയിനിന് സാധിക്കും. നോ 2 places വുഡ് ബി ഹാവിങ് ദ സെയിം പോളൻ പ്രൊഫൈൽ. ഇപ്പോൾ ഈ ഒരു ലൊക്കാലിറ്റി, ഞാൻ താമസിക്കുന്ന ഈ ഒരു ലൊക്കാലിറ്റിയിലുള്ള ഒരു പോളൻ പ്രൊഫൈൽ ആയിരിക്കത്തില്ല ഒരു 5 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു പോളൻ പ്രൊഫൈൽ എന്ന് പറയുന്നത്. അത് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വളരെ വലിയ ക്ലൂ കിട്ടും നമുക്ക്. അതേപോലെ തന്നെ സീസൺ അറിയാനായിട്ട്, ഇപ്പോൾ ഏത് മാസമാണ് മരണം നടന്നത്, ഡെഡ് ബോഡി എപ്പോഴാണ് കണ്ടെത്തിയത്, കുറച്ച് നാളിന് ശേഷമാണ് കണ്ടെത്തുന്നതെങ്കിൽ ഏത് മാസമാണ് ഇത് ഇൻസിഡൻറ്റ് നടന്നതെന്നുള്ളത് കണ്ടെത്താൻ, കാലം, ആ പീരീഡ് കണ്ടുപിടിക്കാനും നമുക്ക് പോളൻ ഗ്രെയിൻസ് ഹെൽപ്പ് ചെയ്യും. കാരണം പല പോളൻ ഗ്രെയിൻസും സീസണലായിട്ടാണ് അത് പോളൻ ഷവർ ഉണ്ടാകുന്നത്. മാസമായിട്ട് പോളൻ ഷവർ ഉണ്ടാകുന്ന ചില പ്ലാന്റ്സ് ഉണ്ട്, അത് സീസണല്ല. അപ്പോൾ ആ സീസണിലാണ് ആ പോളൻ ഗ്രെയിൻ കണ്ടെത്തുന്നുണ്ടെങ്കിൽ ആ സീസണിൽ മാത്രമാണ് ആ പോളൻ ഗ്രെയിൻ ഷവർ ചെയ്യുന്നത്. ആ പോളൻ ഷവറിൻ്റെ സീസണിലാണ് ക്രൈം നടന്നത്. പക്ഷേ നാളിന് ശേഷമാണ് ബോഡി കണ്ടെത്തുന്നതെങ്കിൽ അന്ന് നടന്ന സംഭവമാണെന്നുള്ളത് തെളിയിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ മറ്റൊരു ഇതാണ് സീഡ്, പല പുല്ലുകളുടെയൊക്കെ മണ്ണിൽ കുഴിച്ചിടാനായിട്ടോ അല്ലെങ്കിൽ വെള്ളത്തിൽ കൊണ്ടുപോയിട്ടിടാനായിട്ടോ ഒക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ വലിച്ചിഴിച്ച് കൊണ്ടുവരുന്ന സമയത്താണെങ്കിലും ഈ കൊണ്ടുവരുന്ന ആളിൻ്റെ ബോഡിയിലാണെങ്കിലും ഡെഡ് ബോഡിയുടെ ബോഡിയിലാണെങ്കിലും ഈ പല പ്ലാന്റ്സിൻ്റെയും പിന്നെ സീഡ്, മുള്ളു പോലുള്ള വിത്തുകളൊക്കെ അവരുടെ ഡ്രസ്സിൽ കൊണ്ട് ഇരിക്കാനായിട്ട് സാധ്യതയുണ്ട്. വാഹനത്തിൽ അവർ വാഹനത്തിൽ കയറാൻ സാധ്യതയുണ്ട്. ഈ പറന്നു പോകുന്ന
വിത്ത് വിതരണം നടത്തുന്ന ചെടികളൊക്കെ ഉണ്ടല്ലോ, ചെറിയ ചെറിയ അങ്ങനെയുള്ളത് ചിലപ്പം വാഹനത്തിൽ കയറാനൊക്കെ ഇടയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എവിഡൻസസ് എവിടെന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഫോറൻസിക് എക്സ്പേർട്സിന് ഇതിൻ്റെ ലിങ്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇതെങ്ങനെയാണ് വലിച്ചിഴച്ചു കൊണ്ടുവന്നതാണോ ഈ ഇത്തരം രീതിയിലുള്ള. ഈ ഫോറൻസിക് പാലനോളജിയുടെ ഒരു അഗ്രഗണ്യൻ എന്ന് പറയുന്നത് ഡോക്ടർ ഡാലസ് മില്ലൻ ഹാൾ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ആണ്. അദ്ദേഹമാണ് ഫോറൻസിക് പാലനോളജിയിൽ ലോകത്ത് വളരെ പ്രശസ്തനായിട്ടുള്ളത്. ഒരുപാട് ക്രൈം ഇൻവെസ്റ്റിഗേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ക്രൈം തെളിയിക്കുന്നതിന് സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ നമുക്ക് ഫോറൻസിക് പാലിനോളജിയുടെ ഒരു പിതാവെന്നോ അല്ലെങ്കിൽ ഫോറൻസിക് പാലിനോളജിയുടെ അഗ്രഗണ്യൻ എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. പിന്നെ പൊളങ്ക്രെയിനിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് ആസിഡ് റെസിസ്റ്റൻ്റ് ആണ്. എത്ര കാലം വേണം, 100 വർഷം വരെയും കേടുകൂടാതെ പൊളങ്ക്രെയിൻ കിടക്കും. അപ്പോൾ അത് വലിയൊരു സാഹചര്യ തെളിവായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ് പൊളങ്ക്രെയിൻ എന്ന് പറയുന്നത്. ഫോറൻസിക് ബോട്ടണിക്ക് ഒരു പ്രാധാന്യം വന്ന് 1930 ശേഷമാണ്. അതിന് മുൻപ് ഇതിനോട് വലിയ പ്രാധാന്യമൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ ഇതൊരു വലിയ ശാസ്ത്രശാഖയായി വളർന്നു വരുന്നുണ്ട്. നല്ല സ്കോപ്പുള്ളൊരു ശാസ്ത്രശാഖയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലും പല രാജ്യങ്ങളിലും ഇന്നും ഫോറൻസിക് ബോട്ടണിക്ക് വലിയൊരു പ്രാധാന്യം കൽപ്പിച്ചിട്ടില്ല. അതായി വരുന്നതേ ഉള്ളൂ. പക്ഷേ വരും കാലങ്ങളിൽ ഫോറൻസിക് ബോട്ടണിക്ക് നല്ലൊരു സ്കോപ്പ്, അതിനെ ഒഴിവാക്കാൻ പറ്റാത്തൊരു ബ്രാഞ്ച് തന്നെയാണ് ഫോറൻസിക് സയൻസിൽ. അടുത്താണ് ഫോറൻസിക് ഡെൻഡ്രോക്രോണോളജി. ഡെൻഡ്രോക്രോണോളജി ഈസ് എ സ്റ്റഡി ഓഫ് ഡിറ്റർമൈനിങ് ദ ഏജ് ഓഫ് ദ ട്രീസ് ബൈ കൗണ്ടിങ് ദ ആനുവൽ റിങ്സ്. അതായത് അതിൻ്റെ ഹാർഡായിട്ടുള്ള ടിഷ്യൂസ്, സൈലം പോലത്തെ ടിഷ്യൂസ് ഹാർഡായിട്ട് അത് റിംഗ് ആയിട്ട് ഫോം ചെയ്യും. അതിനെ നമ്മൾ ആനുവൽ റിങ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആനുവൽ റിങ്സ് കൗണ്ട് ചെയ്തിട്ട് എത്ര ഏജ് ഉണ്ടെന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും. അതായത് ഒരു വർഷം ഒരു റിംഗ് ആണ് ഉണ്ടാവുന്നത്. കൂടുതലായിട്ടും ഈ ഇല്ലീഗലായിട്ടുള്ള പിന്നെ ടിമ്പർ ബിസിനസ് അല്ലെങ്കിൽ സ്മഗ്ലിങ് ഇങ്ങനത്തെ കാര്യങ്ങളിലാണ് കൂടുതലായിട്ട് നമ്മൾ ഈ ഡെൻഡ്രോക്രോണോളജി യൂസ് ചെയ്യുന്നത്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോറൻസിക് ബോട്ടണി ബ്രാഞ്ചാണ് ഫോറൻസിക് ലിംനോളജി എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് ആൽഗകളെ ഉപയോഗിച്ചിട്ടാണ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത്. ഡയറ്റംസ് അല്ലെങ്കിൽ ആൽഗൽ ഇൻവെസ്റ്റിഗേഷനാണ്. അപ്പോൾ ഈ ആൽഗകൾ നമ്മളിപ്പം ഒരു ബോഡി വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ബോഡിയിൽ ആൽഗകൾ ഉണ്ടായിരിക്കും. ഈ ആൽഗകൾ നമ്മുടെ വെള്ളം കുടിക്കുന്ന വഴി നമ്മുടെ ലങ്സിലെത്തുകയും ലങ്സിലെ ആൽവിയോളെ വഴി അത് പിന്നെ ബ്ലഡിലോട്ട് പ്രവേശിക്കുകയും ബ്ലഡിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിലെത്തുകയും ഇൻറ്റേർണൽ ഓർഗൻസ് വഴി ഈവൻ ബോൺ മാരോയിലും ബ്രെയിനിലും വരെ ആൽഗകൾ എത്തും. ഡയറ്റംസ് മൈക്രോസ്കോപ്പിക് സിംഗിൾ സെല്ലുലാർ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ സിംഗിൾ സെല്ലുലാർ പ്ലാന്റ്സിന് അതിന് ഈ വാട്ടർ കറന്റ് അനുസരിച്ച് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ചിലതിനൊക്കെ അതിന് ഫ്ലാജെല്ല ഉള്ളതുണ്ട്, അല്ലാത്തതൊക്കെ വാട്ടർ കറന്റ് അനുസരിച്ച് മൂവ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്ത് ഇതിന് ബോൺ മാരോ വരെ എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ഡെഡ് ബോഡിയിൽ ബോൺ മാരോയിലോ അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഓർഗൻസിലോ ബ്രെയിനിലോ ഒക്കെ ഫൈറ്റോപ്ലാങ്ക്ടൻ്റെ അല്ലെങ്കിൽ ഡയറ്റംസിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം മുങ്ങിയുള്ള മരണമാണെന്നുള്ളത്. ഫൈറ്റോപ്ലാങ്ക്ടണിലെ ഡയറ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറ്റം എന്ന് പറഞ്ഞാൽ സിംഗിൾ സെല്ലുലാർ ആയിട്ടുള്ള ഫൈറ്റോപ്ലാങ്ക്ടൺ തന്നെയാണ് ബാസിലേറിയഫേസി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നത്. അതിൻ്റെ പ്രത്യേകത സിലിക്ക ഷെല്ലാണ് അതിൻ്റെ ബോഡി. അപ്പോൾ അതിൻ്റെ ബോഡിയിലെ ക്ലോറോപ്ലാസ്റ്റ് ഒക്കെ നശിച്ചു പോയി കഴിഞ്ഞാലും സിലിക്ക ഷെല്ല് അത് നശിക്കാതെ കിടക്കും, എത്ര കാലം വേണമെങ്കിലും നശിക്കാതെ കിടക്കും. അപ്പം അത് വളരെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് നമുക്ക് ഈ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിൽ. നേരെ മറിച്ച് ഒരു ബോഡി മരിച്ചതിന് ശേഷം കൊണ്ടുപോയിട്ട് വെള്ളത്തിലിടുകയാണെങ്കിൽ ഒരു കാരണവശാലും അവരുടെ ഇൻറ്റേർണൽ ഓർഗൻസിലോട്ടോ അത് ബ്ലഡിലോട്ടോ അല്ലെങ്കിൽ ബ്രെയിനിലോട്ടോ ബോൺമാരോയിലോട്ടോ ഒന്നും ഈ ഫൈറ്റോപ്ലാങ്ക്ടൺ അല്ലെങ്കിൽ ഡയറ്റം പ്രവേശിക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ക്രൈം നടന്നത് മുങ്ങി മരിച്ചിട്ടല്ല, ബോഡി വെള്ളത്തിൽ ഇട്ടിട്ടുള്ളതാണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വാട്ടർ ബോഡിയിലെ ഫൈറ്റോപ്ലാങ്ക്ടണിൽ നിന്ന് വ്യത്യസ്തമാണ് മറ്റൊരു വാട്ടർ ബോഡിയിലെ ഫൈറ്റോപ്ലാങ്ക്ടൺ. ഇപ്പോൾ മറൈൻ ആയിട്ടുള്ള ആൽഗകൾ വ്യത്യസ്തമാണ്, ഫ്രഷ് വാട്ടറിലുള്ള ആൽഗകൾ വ്യത്യസ്തമാണ്, ഒരു കുളത്തിലോ കിണറിലോ ഉള്ള ആൽഗകളും വ്യത്യസ്തമാണ്. അപ്പോൾ ഈ ആൽഗകളെ അല്ലെ വെള്ളം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ ഡെഡ് ബോഡിയിൽ നിന്ന് കിട്ടിയ ആൽഗയും ആ ബോഡി കിടന്ന സീനിൽ ഉള്ള ആ വാട്ടർ ബോഡിയിലുള്ള ആൽഗയും സിമിലർ ആണോ എന്നുള്ളത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ക്ലിയർ ആക്കാനായിട്ട് സാധിക്കും. അടുത്ത ബ്രാഞ്ച് ഓഫ് ഫോറൻസിക് ബോട്ടണിയാണ് ഫോറൻസിക് പ്ലാന്റ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷനാണ്, പ്ലാന്റ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ ഫോറൻസിക് പ്ലാന്റ് സിസ്റ്റമാറ്റിക്സിൽ പ്രധാനമായിട്ടും പറയുന്നത് ഓരോ പ്ലാന്റും ഏത് ഫാമിലിയിൽ വരുന്നു. ഇപ്പോൾ ചില ഇൻവെസ്റ്റിഗേഷനിലൊക്കെ പറയുന്നുണ്ട് ചില ചെടികളുടെ കായ ഇത് ഇന്ന ഫാമിലിയിൽപ്പെട്ട ചെടിയുടെ കായാണ്, അപ്പോൾ ആ ഫാമിലിയിൽപ്പെട്ട ചെടികൾ ഇന്ന ഏരിയയിലാണ് കൂടുതലായിട്ടുള്ളത്. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് പ്ലാൻ ക്ലാസിഫിക്കേഷനും ഫോറൻസിക് ബോട്ടണിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഓരോ ലൊക്കാലിറ്റിയിലും ഏത് ഫാമിലിയിൽപ്പെടുന്ന പ്ലാന്റ്സ് ആണ് അല്ലെങ്കിൽ ഏത് വെറൈറ്റിയിലുള്ള പ്ലാന്റ്സ് ആണുള്ളതെന്നൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഫോറൻസിക് പ്ലാന്റ് സിസ്റ്റമാറ്റിക്സ് മനസ്സിലായെങ്കിൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ.
ലാസ്റ്റ് ബ്രാഞ്ച് ഓഫ് ഫോറൻസിക് ബോട്ടണിയാണ് ഫോറൻസിക് ഇക്കോളജി എന്ന് പറയുന്നത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു ബോഡി മറവ് ചെയ്തു, കുഴിയെടുത്ത് മറവ് ചെയ്തെങ്കിൽ അവിടെ ഉണ്ടായി വരുന്ന ആ പുതിയ പ്ലാന്റ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ചുറ്റുപാട് നിൽക്കുന്ന പ്ലാന്റ്സിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. അതിൻ്റെ ഹൈറ്റിലാണെങ്കിലും ഡിസ്റ്റർബ്ഡ് സോയിൽ ആയിരിക്കുമല്ലോ അവിടെ കാണുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വെജിറ്റേഷൻ മാറിക്കൊണ്ടിരിക്കും. ചുറ്റുപാടും മെച്ചുവർ ആയിട്ടുള്ള വളർന്നു നിൽക്കുന്ന വെജിറ്റേഷൻ ആയിരിക്കും. പക്ഷേ ഈ മണ്ണിളക്കിയ സ്ഥലത്തെ വെജിറ്റേഷൻ ഡിസ്റ്റർബ്ഡ് ആണ്. അതുകൊണ്ട് ഹെർബേഷ്യസ് ആയിട്ടുള്ള പുതിയ പ്ലാന്റ്സ് ആയിരിക്കും അവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒരു അസംഷനിൽ എത്താം, അല്ലെങ്കിൽ ഒരു ക്ലൂ ആണത്. ഇവിടെ മണ്ണിളക്കിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ക്ലൂ അവിടെ നിന്നും ഈ ഫോറൻസിക് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഫോറൻസിക് ഇക്കോളജിയും ഈ പറഞ്ഞ പോലെ ഓരോ ലാൻഡ്സ്കേപ്പിലെയും മണ്ണിൻ്റെ പ്രോപ്പർട്ടി മണ്ണെടുത്ത് പരിശോധിക്കാനും സാധിക്കും. മണ്ണെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നൈട്രജൻ്റെ അളവൊക്കെ ആ മണ്ണിൽ കൂടുതലായിരിക്കും. കാരണം ഈ ബോഡി ബറി ചെയ്ത മണ്ണിൽ തൊട്ടിപ്പുറത്തെ മണ്ണിനേക്കാളും ആ അളവ് കൂടുതലായിരിക്കും, നൈട്രജൻ്റെയും പൊട്ടാസ്യത്തിൻ്റെ ഒക്കെ. അപ്പം ഇതിൽ നിന്നൊക്കെ ഇതൊക്കെ ഒരു ക്ലൂ ആണ്, ക്രൈമിൻ്റെ തെളിയിക്കുന്നതിലേക്കുള്ള ഒരു ക്ലൂ ആണ്. പിന്നെ ഫോറൻസിക് എക്കോളജിയുടെ മറ്റൊരു ഇതാണ്, ഇപ്പം അവിടെ കിടക്കുന്ന ബോഡിയുടെ വെയിറ്റ് എടുക്കുക. അതേപോലെ ആ ബോഡി കിടന്നിടത്ത് പ്ലാന്റ്സിന് എത്രമാത്രം ഡിസ്റ്റർബൻസ് ആണ് ആ വെജിറ്റേഷൻ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഫോറൻസിക് എക്കോളജിയിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും.